രണ്ടാമത്തെ ചിത്രമാണ് സ്വപ്നങ്ങൾ വിൽക്കുന്ന ചന്ദ്രൻ. ഒരു ഡ്രീം പ്രോജക്റ്റാണ്. മൊത്തം ഒരു കോമഡി വിഷ്വലാണ്. ആദ്യത്തെ സിനിമയും നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറം ഇതേപോലെ ചിത്രീകരണം പൂർത്തീകരിച്ച് ചെറിയ ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തള്ളി നീക്കിക്കൊണ്ടാണ് രണ്ടാമത്തെ പ്രോജക്റ്റിലേക്ക് കിടക്കുന്നത്. സെപ്റ്റംബർ മാസം 5-ാം തീയതി ഇതിൻ്റെ ചിത്രീകരണം ഇടുക്കി ഭാഗങ്ങളിൽ നടത്തുന്നു. ഇതിൽ നമ്മൾ ഈ പറയപ്പെട്ട ഇവിടെ വന്നിരിക്കുന്നത് അതിഥികൾ മാത്രമല്ല, നമ്മുടെ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിലപ്പുറം തിരക്കും ഉള്ള മാറി നിൽക്കുന്ന കുറേ ആർട്ടിസ്റ്റുകളും. അപ്പോൾ അവർക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഡ്രീം പ്രോജക്റ്റായ ഈ സിനിമ നിങ്ങളെ കാത്തിരിക്കുന്ന ഏറ്റവും നല്ലൊരു മുഹൂർത്തമായി ഈ നിമിഷം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും കൂടെ ഉണ്ടാവണമെന്ന് വിനീതമായി. അപ്പോൾ എൻ്റെ ഒരു ദൗത്യം ഞാനിവിടെ പൂർത്തീകരിക്കുകയാണ്. ഇനി അടുത്ത സംസാരത്തിനായി മറ്റുള്ള കാര്യങ്ങളും സംസാരിക്കാനായി മറ്റുള്ള കലാകാരന്മാർ ക്ഷണിക്കുന്നതാണ്. പിന്നെ സംസാരത്തിൽ എൻ്റെ ഒരു ആദ്യത്തെ ഒരു അനുഭവമാണ് ഇത്. ഇതുപോലെ ഒരു ചടങ്ങ് എൻ്റെ സിനിമയുടെ രണ്ടാമത്തെ ആദ്യത്തെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ആദ്യത്തെ ഒരു ചടങ്ങായതുകൊണ്ട് ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് സഹകരിച്ച് പ്രാർത്ഥന എല്ലാവരുടെയും ഉണ്ടാവണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് ഒരു സിനിമയുടെ തുടക്കം കുറിക്കുകയാണെന്ന് പറയാൻ പറ്റില്ല. ഇത് എഴുത്തുകാരൻ പേനയെടുത്ത് പേപ്പറിൽ ആദ്യത്തെ അക്ഷരം എഴുതുന്നത് മുതൽ ഈ സിനിമയുടെ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലായിട്ടുള്ള കൂടിച്ചേരലുകളാണ് ഇത്. ഇന്നിപ്പോൾ അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം, ക്ലാപ്പടി കർമ്മമൊക്കെ നടത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾ വിൽക്കുന്ന ചന്ദ്ര നഗർ പേരിൽ എന്തൊക്കെയോ ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് ആദ്യം കണ്ടപ്പോൾ കേട്ടപ്പോൾ എനിക്ക് തോന്നി, നിങ്ങൾക്കും അങ്ങനെ തോന്നിക്കാണുമെന്ന് വിചാരിക്കുന്നു. അതെന്താണ് എന്ന് റിവീൽ ചെയ്യലാണ് ഇനി സിനിമയുടെ ദൗത്യം. സ്വപ്നങ്ങൾ വിൽക്കുന്ന ഒരു ഗ്രാമമാണ്. സിനിമ എന്ന സ്വപ്നവും മനസ്സിൽ പേറിക്കൊണ്ട് ഒട്ടനവധി കലാകാരന്മാർ അലയുന്ന നാടാണ് കേരളം. ഇത് സംവിധായകൻ്റെ രൂപത്തിലും നടീനടന്മാരുടെ രൂപത്തിലും മറ്റ് സാങ്കേതിക പ്രവർത്തകരുടെ രൂപത്തിലും ഒരു അവസരം കിട്ടാതെ, എന്നാൽ നല്ല കഴിവുണ്ടായിട്ടും അവസരം കിട്ടാതെ സ്വപ്നവും പേറി നടക്കുന്ന ഈ കേരളത്തിൽ അത് ഇഷ്ടംപോലെ വിൽക്കാനുണ്ട് എന്നാണ് ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്വപ്നങ്ങൾ വിൽക്കുന്ന ചന്ദ്രനഗർ. അത് അവിടെ എത്തിയാൽ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിലപേശാം എന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ, ഞാൻ ഈ സിനിമയിൽ ഉണ്ടെന്ന് പറയുന്നു, ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് അറിയില്ല, ആർക്കും അറിയില്ല. ഞാൻ മനസ്സിൽ കരുതി രജനീകാന്ത് അത് മുഴുവൻ സിനിമയെ അറിഞ്ഞിരിക്കും എന്ന് വിചാരിച്ചു. ഞാനതിന് ചോദിച്ചറിയാൻ വേണ്ടി നിൽക്കുകയാണ്. ഔട്ട്ലൈൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ടൈറ്റിൽ മാത്രം, സ്വപ്നങ്ങൾ വിൽക്കുന്ന ചന്ദ്രഗിരി. അത്രയും പോലെ എനിക്കറിയില്ല. പക്ഷെ അറിയുമ്പോൾ ഉള്ളവർ സംസാരിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. രജനീകാന്ത്, നമ്മുടെ സന്തോഷ് ഈഴാറ്റോ, അതുപോലെ തന്നെ പാഷാൺ, ഷാജി, അങ്ങനെ പറഞ്ഞാലാണ് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അങ്ങനെ പറയുന്നു. ഞാനൊക്കെ വളരെ വളരെ ഇഷ്ടപ്പെടുന്ന കുറേ വ്യക്തിത്വങ്ങളാണ് ഇവരൊക്കെ. എൻ്റെ ഇടവും ഫലവും നിൽക്കുന്നത്. ഇനിയും ഈ സിനിമയിൽ വന്നു ചേരാൻ, അതുപോലെ തന്നെ സംക്രാന്തി, നസീർ സംക്രാന്തി എന്താണോ ഇന്നത്തെ ദിവസം അദ്ദേഹത്തിനൊരു ഒരു വല്ല വയ്യായിക ഉണ്ടാവും.
ക്യാഷ് ഇല്ലാന്നാണ് പറഞ്ഞത്. ടീയെ കൊടുക്കുന്നില്ല, എന്ത് തരാം, അത് കുഴപ്പമില്ല, ഒന്ന് ഉഷാറായി കൊടുക്കും. ചായ കിട്ടിയില്ല, ചായയും കിട്ടിയിട്ടില്ല. അതെന്തോ ഒരു വിവേചനം കാണിക്കരുത്, അത് കാണിക്കരുത്, ശരിയല്ല. നമ്മളൊക്കെ അറിയപ്പെടുന്ന ഒരു കലാകാരന് ചായ കൊടുത്തില്ല. ചായ തരാം ഞാൻ തരാം, ഒന്ന് ഉഷാറായിക്കോട്ടെ. അപ്പൊ അവരൊക്കെ ഇതിന്റെ പിന്നിൽ ഇഷ്ടംപോലെ നിങ്ങളുമായിട്ട് സംവദിക്കാനുണ്ട്. ഏറെ സന്തോഷം. ഞാൻ അധികം ഇങ്ങനെയുള്ള ഈ പൂജാവേളകളിലൊന്നും പ്രത്യക്ഷപ്പെടാത്തൊരു വ്യക്തിയാണ്. എൻ്റെ മകൻ ഇതിലുണ്ടെന്ന് തോന്നുന്നു. എന്താ, എൻ്റെ മകനാണ് സൂര്യലാല്. മകനായതുകൊണ്ട് എനിക്ക് പരിചയപ്പെടുത്താറുണ്ട്. അപ്പം അദ്ദേഹവും അച്ഛനും മോനും കൂടി അഭിനയിക്കുന്ന സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവരാരും സമ്മതിക്കില്ല. അതുകൊണ്ട് കാരണം അവരുടെ വീട്ടിലുണ്ട് മക്കളും ഒക്കെ. അപ്പം ഞാൻ കൂടുതൽ സംസാരിച്ച് വഷളാക്കുന്നില്ല. സിനിമയെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിനിമയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന്. അപ്പം അതുകൊണ്ട് ഇത്തരം കുറച്ച് ഗിമിക്സുകൾ പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം. അങ്ങനെ നല്ല സിനിമയ്ക്ക് വേണ്ടി നമുക്ക് ഇന്നു മുതൽ പ്രയത്നം ആരംഭിക്കാം. ആ ഒരു നല്ല സിനിമയുടെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. ഇവിടെ വന്നു ചേർന്ന് ഇതിൻ്റെ ഭാഗമായി തീർന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. താങ്ക് യു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകർ, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ് എല്ലാവരും. വന്നിരിക്കുന്ന എല്ലാവർക്കും സ്പെഷ്യലി ഡയറക്ടർ എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. സിമ്പിൾ ആൻഡ് ഹമ്പിളായ ഒരു പൂജ ചുറ്റുവട്ടമാണ് ഇവിടെ നടന്നത്. അതിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഹുസൈൻ ഡയറക്ടറാണ് എന്നെ വിളിച്ച് കാര്യങ്ങൾ വളരെ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയുന്നു. എൻ്റെ 2ാമത്തെ പടമാണ്, ഇതാവും സഹകരിക്കണം, നല്ല ക്യാരക്ടറാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ എനിക്ക് ആരാണ് എന്താണെന്നൊന്നും അറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷെ സംസാരിച്ച് അങ്ങനെ വെച്ചൊന്നങ്ങനെ പോയി. പിന്നീടാണ് ഞാൻ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ നമ്മുടെ പോസ്റ്ററൊക്കെ കാണുന്നത്. അങ്ങനെ ഞാൻ ഷാജി ഡയറക്റ്റ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിൽ ഞാനും ഷാജി, സന്തോഷ്, നമ്മുടെ ശിവജി ചേട്ടൻ എല്ലാവരും കൂടി അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇവരുടെ ഫോട്ടോ കണ്ടപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, ഹുസൈൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ മൂവിയാണ്, നിങ്ങളുടെയൊക്കെ പടം ഉണ്ടല്ലോ, നമുക്കിങ്ങനെ വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ ശരിയാണ്, ഉണ്ടോ, എപ്പോഴാണ് ഇങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചു. ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഞാൻ മനസ്സിലായി ഇത് കറക്റ്റ്, വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഇത് മുമ്പോട്ട് പോകണമെന്ന് മനസ്സിലായി. കൂട്ടത്തിൽ ഒരുപാട് പുതിയ ആൾക്കാരും ഉണ്ടെന്ന് മനസ്സിലായി. പുതിയവർക്കൊക്കെയാണ് അവസരങ്ങൾ വേണ്ടത്. കാരണം സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരുപാട് കലാകാരന്മാരും കലാകാരികളും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സിനിമകളിലാണ് അവർക്കൊക്കെ അവസരങ്ങൾ കിട്ടുകയും അതൊരു പിന്നീട് വലിയ പടങ്ങളിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ്. ഇതുപോലെയുള്ള മൂവിയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറേ എക്സ്പീരിയൻസ് ആവാം. അപ്പോൾ അതുപോലെ കുറേ പുതിയ കലാകാരന്മാരുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. ഏതായാലും ഒരു നല്ലൊരു വിജയം തന്നെ ആവട്ടെ. സ്റ്റാർട്ടിംഗ് ആണ്, നമുക്ക് പറയാൻ പറ്റില്ല ഈ പടം എങ്ങനെയാവും എന്താവും ഒന്നും. എത്ര വലിയ ഡയറക്ടേഴ്സ് പടങ്ങൾ പൂജ ചെയ്താലും നമുക്ക് പറയാൻ പറ്റില്ല. റിലീസായാലും മാത്രമേ നമുക്ക് വിധി കൽപ്പിക്കാൻ പറ്റുള്ളൂ ഇത് വളരെ ഹിറ്റാവും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്നൊക്കെ. ചിലപ്പം ഒട്ടും അറിയപ്പെടാത്ത പടങ്ങളായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് കയറി ക്ലിക്ക് ആവുക. അപ്പോൾ ഇതൊക്കെ ദൈവാധീനമാണ്. എന്തായാലും എല്ലാ ദൈവാധീനവും ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, നല്ലൊരു സിനിമയായി മാറട്ടെ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹുസൈൻ്റെ 2ാമത്തെ സിനിമയാണ്. ഒരു ട്രെയിൻ യാത്രയിൽ വെച്ചാണ് സംവിധായകരെ പരിചയപ്പെടുന്നത്. ഈ സിനിമയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. സിനിമയുടെ കഥയും കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം അതൊക്കെ സംവിധായകൻ്റെ മൊത്തം ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ലൊരു കാസ്റ്റാണ്. കാസ്റ്റ് നല്ല ഇതാണ്. സിനിമ ഷൂട്ടിങ് വിഷമതകളൊന്നും ഇല്ലാതെ വളരെ സുന്ദരമായി, മനോഹരമായി, സന്തോഷത്തോടു കൂടി, ഒരു തരത്തിലുള്ള പരാതികളും ഇല്ലാതെ, പരാതികളുടെ കാലമാണ്, അപ്പോൾ ഒരു പരാതിയും ഇല്ലാതെ ഭംഗിയായി ഷൂട്ടിംഗ് കഴിഞ്ഞ് ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കുക. എല്ലാവരും ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുക. നല്ലൊരു സിനിമയ്ക്കായി കാത്തിരിക്കുക. എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ്. എനിക്ക് കുറേ പേര് വരാറില്ല, ഒരുപാട് വരാറുണ്ട്. തീർച്ചയായിട്ടും ആശംസകളല്ല, ഞാനും അതിൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള ആത്മാർത്ഥതയോട് കൂടിയുള്ള ഒരു പ്രവർത്തനം ഈ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സിനിമ നന്നായി വരട്ടെ. അത് ഈ സിനിമയിലേക്ക് എന്നെ വിളിച്ചത് ഹുസൈനോട് എല്ലാവരും നന്ദി, സ്നേഹം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്. ഹുസൈൻ്റെ 2ാമത്തെ ചിത്രമായിട്ടുള്ള
നിർമ്മിക്കുന്ന ചന്ദ്രൻ എന്ന ഈ പടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞൊരു സന്തോഷം. അതിന് ഭാഗമാകാനായിട്ട് പിന്നെ ഇതിലേക്ക് സെലക്ട് ചെയ്ത ഡയറക്ടർക്കും മറ്റു കോമ്യൂണിക്കേഷൻ എല്ലാവർക്കും എൻ്റെ ഹൃദയം നന്ദി അറിയിക്കുകയാണ്. ഈ വേദിയിലിരിക്കുന്ന ഇത്രയും ആർട്ടിസ്റ്റുകളിലൂടെ ഇരിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളെല്ലാം വേദിയുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ ഞങ്ങളെക്കാളും കുറച്ച് താഴ്ത്താണ് ഇരിക്കുന്നത്, നിങ്ങളെക്കാളും കുറച്ച് മുകളിലാണ് ഞങ്ങളിരിക്കുന്നത്. പക്ഷേ ഞങ്ങളിവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ മനസ്സിൽ ഒത്തിരി ഉയർത്തിയ സ്ഥാനങ്ങൾ തന്നുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ സിനിമയുടെ ഭാഗമായിട്ട് എത്തിയിട്ടുള്ള എല്ലാവർക്കും ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹുസൈൻ്റെ രണ്ടാമത്തെ പടം ഹിറ്റായി തീർച്ചയായും സർവേഷൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു ക്രൂ മെമ്പേഴ്സും എല്ലാവർക്കും. അപ്പോൾ ഈ ഒരു പൂജാവേളയിൽ ഇവിടം തൊട്ട് അങ്ങോട്ട് ഷൂട്ട് തുടങ്ങി ഇത് തീരുന്നത് വരെ എല്ലാ രീതിയിലുള്ള ഐശ്വര്യം ഉണ്ടാവട്ടെ, എല്ലാ രീതിയിലുള്ള എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള പ്രാർത്ഥന കാര്യങ്ങളെല്ലാം ഉണ്ടാവട്ടെ. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രാർത്ഥനയുണ്ട്, എൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രാർത്ഥന ഉണ്ടാവും. ഇതെല്ലാം നമ്മളുടെ ഒരു ജീവിതമാർഗം കൂടി ആയതുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സറിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി ഈ കിട്ടിയ ഒരു അവസരം നല്ല രീതിയിൽ വിനിയോഗിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടുത്ത പ്രോജക്റ്റും അതിനടുത്ത പ്രോജക്റ്റൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി സർവേഷൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നൽകുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം പ്രവർത്തകരോടൊപ്പം പരിപാടിയിൽ പൂജപ്പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത്. അപ്പോൾ ഹുസൈനിൻ്റെ ഫ്രണ്ടാണ്. കഴിഞ്ഞ കള്ളന്മാരുടെ വീട് എന്ന് പറഞ്ഞ ആദ്യത്തെ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന നല്ലൊരു മേക്കർ, നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ, നല്ല ഡയറക്ടറാണ്. പക്ഷേ പല വിവാദങ്ങളും ഉണ്ടായിരുന്നു ആ സിനിമയെ പറ്റി. ഡയറക്ടറും പ്രൊഡ്യൂസറും. പക്ഷെ ഞങ്ങൾ നല്ലൊരു വേഷം ചെയ്തിട്ട് എനിക്കത് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. എഡിറ്റൊക്കെ ചെയ്ത് വന്നപ്പോൾ നല്ല സിനിമയായിരുന്നു. അപ്പോൾ അത് തിയേറ്ററിൽ കാണിക്കാൻ കൊള്ളാത്ത പടമായതുകൊണ്ടല്ല, മറ്റു വിവാദങ്ങളിലേക്ക് പെട്ടുപോയാണ്. ചിലപ്പോൾ റീ റിലീസിങ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ പുതിയ പടം പേരെനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. SBC എന്ന് പറയാല്ലേ, എല്ലാം ഷോർട്ടാണ് ഇപ്പം. അപ്പോൾ ആ സിനിമയിലും കഥയൊന്നും ഞാൻ പറയുന്നില്ല, കഥ എനിക്ക് അറിയാൻ പാടില്ല, എന്നോട് കഥയൊന്നും പറഞ്ഞില്ല. നല്ലൊരു വേഷം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ സിനിമയ്ക്കും എല്ലാവിധ ആശംസകളും. ഈ സിനിമ പൂർത്തീകരിച്ച് തിയേറ്ററിൽ വരട്ടെ. എല്ലാവർക്കും അഭിനയിച്ച ആൾക്കാർക്ക്, പ്രത്യേകിച്ച് അഭിനയിച്ച ആൾക്കാർ മാത്രമല്ല എല്ലാവരും ഈ സിനിമ കാണുന്ന സിനിമയെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഒരുപാട് പേര് സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഇതെല്ലാവരും വന്നേക്കുന്നത്. ഒരുപാട് പേർക്ക് അവസരങ്ങൾ കിട്ടുമെന്ന് തോന്നുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ദൂരത്തിൽ നിന്ന്, പാലക്കാട് നിന്ന്, കാസർഗോഡ് നിന്നൊക്കെ വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനിതുപോലെ വന്നിട്ടുള്ളതാണ്. ഒരുപാട് വർഷങ്ങൾ ഞാൻ വന്നിട്ടുള്ളതാണ്. ഞാനൊക്കെ ആദ്യം വരുമ്പോൾ എനിക്ക് ഇതുപോലെ ഇരിക്കാൻ സീറ്റ് പോലും കിട്ടൂലായിരുന്നു. ഞാൻ ഏറ്റവും ബാക്കിലൊക്കെ നിൽക്കുന്നത്. അപ്പോഴൊക്കെ സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നീട് വർഷങ്ങളെടുത്ത്, ഒരു 10-12 വർഷം എടുത്ത് അവിടെ വന്നിരിക്കാൻ വേണ്ടി, ഇവിടെ വന്നിരിക്കാൻ വേണ്ടി 15 വർഷം എടുത്തു. പ്രയത്നമാണ് വേണ്ടത്. നമുക്ക് കഴിവും നമുക്ക് ഭാഗ്യം ഉണ്ടായിട്ട് കാര്യമില്ല. പ്രയത്നിച്ച് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. സിനിമയിൽ മാത്രമല്ല എന്തെങ്കിലും. വളരെ സന്തോഷം. ഈ സിനിമ ആദ്യാവസാനം വരെ ഞാൻ കൂടെ ഉണ്ടാവും. പ്രമോഷനും കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാവും. എല്ലാവിധ ആശംസകളും ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും.